ഞാൻ പറഞ്ഞു റോമൻ ലെറ്ററിൽ 1 എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഐസോമറസത്തിന്റെ സ്റ്റീരിയോ ഐസോമറസം എഴുതിയത്. ഇത് റോമൻ ലെറ്ററിൽ 2 എന്ന് കൊടുക്കുക. 2 എന്ന് കൊടുക്കുക. എന്നിട്ട് സ്ട്രക്ചറൽ ഐസോമറിസം, സ്ട്രക്ചറൽ ഐസോമറിസം. സ്ട്രക്ചറൽ ഐസോമറിസത്തിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് 4 ടൈപ്പ് ഐസോമറിസമാണ്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് 1 എന്നിട്ടിട്ട് ലിങ്കേജ് ഐസോമറിസം, ലിങ്കേജ് ഐസോമറിസം ആണ് പഠിക്കാനുള്ളത്. ഐസോമറിസം, ലിങ്കേജ് ഐസോമറിസം. ഈ ലിങ്കേജ് ഐസോമറിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ആംബിഡന്റ് ലിഗാൻഡ് എന്ന് പറയുന്ന ടൈപ്പ് ലിഗാൻഡ് ഉണ്ട്. അതായത് ഇപ്പം NO2 വന്നു. NO2 ഒരു ആംബിഡന്റ് ഡൈഡന്റേറ്റ് ലിഗാൻഡ് ആണ് അല്ലെ? ഒരു അതായത് നമ്മൾ പറഞ്ഞു ഡൈഡന്റേറ്റ് പോളിഡന്റേറ്റ് ലിഗാൻഡിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. ആംബിഡന്റ് ലിഗാൻഡ് എന്ന് പറയുമ്പം അറ്റ് എ ടൈം ഒരു ബോണ്ടിങ്ങേ പറ്റത്തുള്ളൂ, പക്ഷേ 2 ബൈൻഡിങ് സൈറ്റ് ഉണ്ട് അല്ലേ? അങ്ങനെയുള്ള ലിഗാൻഡ് വരുന്ന സമയത്ത് ഒരു ഐസോമർ വേണമെങ്കിൽ എങ്ങനെ ഉണ്ടാവാം? ഇപ്പം NO2 ആണ് അതിന്റെ ലിഗാൻഡ് ആയിട്ട് വരുന്നതെങ്കിൽ ഒരു ഐസോമർ എന്നുമായിട്ട് സെൻട്രൽ മെറ്റലാറ്റോമായിട്ട് N സെൻട്രൽ മെറ്റലാറ്റോമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഐസോമർ ഉണ്ടാവാം, അല്ലെങ്കിൽ O ലിങ്ക് ചെയ്തിട്ടുണ്ടാവാം. ശരിയല്ലേ? അതിന് തന്നെ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിന് താഴോട്ട് എഴുതിക്കോ കോമ്പൗണ്ട് കണ്ടെയ്നിങ് കോമ്പൗണ്ട് കണ്ടെയ്നിങ് ആംബിഡന്റ് ലിഗാൻഡ്, exhibit this type of isomerism, this type of isomerism. എക്സാമ്പിൾ നമുക്ക് എടുക്കാം, നോക്കിക്കോ. എക്സാമ്പിൾ CONH3 5 times NO2 സ്ക്വയർ ബ്രാക്കറ്റിൽ Cl2. CONH3 5 times NO2. ഓക്കെ ആണല്ലോ? ഇവിടെ NO2 ലിഗാൻഡ് ആണ്, അതൊരു ആംബിഡന്റ് ലിഗാൻഡ് ആണ്. കാരണം NO2 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരുന്നത് N ഡബിൾ ബോണ്ട് NO ഇങ്ങനെ വരുന്നത്. അപ്പം ഇതിന് ഈ N കൂടെയും ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്, ഈ O കൂടെയും ബോണ്ട് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട് സെൻട്രൽ മെറ്റലാറ്റോമായിട്ട്. അപ്പം നമുക്ക് പറയാൻ പറ്റുമോ ഈ N കൂടാണ് ഇത് ബോണ്ട് ഫോം ചെയ്യുന്നത്, O കൂടെ അല്ല, പറയാൻ പറ്റത്തില്ല. അപ്പം അത് രണ്ടും പോസിബിൾ ആണ്. അങ്ങനെയാണ് 2 ഐസോമർ ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതിന്റെ സെൻട്രൽ മെറ്റലാറ്റോമായിട്ട് നോക്കിയോ. ഇപ്പം ഇത് സെൻട്രൽ മെറ്റലാറ്റോമായിട്ടാണ്. സെൻട്രൽ മെറ്റലാറ്റോമായിട്ട് ഓക്സിജൻ ONO എന്ന് കൊടുക്കാം. ഈ ഓക്സിജൻ ആ ബോണ്ട് ഫോം ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താണ്, ഓക്സിജനിലൂടെയാണ് ബോണ്ട് ഫോം ചെയ്യുന്നതെങ്കിൽ അവനെ നൈട്രിറ്റോ O എന്നായിരിക്കും പറയുന്നത്. നൈട്രിറ്റോ O എന്നായിരിക്കും അവന്റെ ലിഗാൻഡിനെ മെൻഷൻ ചെയ്യുക. ഇനിയും സെൻട്രൽ മെറ്റലാറ്റോമായിട്ട് NO2, ഈ N ആണ് ബോണ്ട് ഫോം ചെയ്യുന്നതെങ്കിൽ അവനെ നൈട്രിറ്റോ N എന്ന് വേണം അവന്റെ നെയിം ചെയ്യാനായിട്ട്. നൈട്രിറ്റോ N എന്നാണ് അവനെ നെയിം ചെയ്യുന്നത്. അതിന്റെ കളറും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, 2 ഓപ്ഷൻ നമുക്ക് എടുക്കാം. അതായത് ഇപ്പം ഒന്ന് ഇതിന്റെ കളർ നോക്കിയോ. ഇതിന്റെ കളർ എന്ന് പറയുന്നത്, ഇതിന്റെ കളർ ഒരു ഐസോമർ വരയ്ക്കാം. CONH3 5 times ONO Cl2. ഇവൻ റെഡ് കളേർഡ് ഐസോമർ ആയിരിക്കും. റെഡ് കളേർഡ് ഐസോമർ ആയിരിക്കും. അതേപോലെ തന്നെ ഇങ്ങനെ CONH3 NO2, അത് N-മായിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഇവൻ Cl2 ഇവൻ്റെത് യെല്ലോ കളേർഡ് ഐസോമർ ആയിരിക്കും. ഓക്കെ, അതായത് ആദ്യത്തെ നെയിം ഒരു കാര്യം ചെയ്യാം, നെയിമും കൂടെ ഒന്ന് എഴുതിയേക്കണേ. നെയിമും കൂടെ എഴുതി പൊക്കോ. അതിന്റെ കൂട്ടത്തിൽ തന്നെ റെഡ് കളേർഡിന്റെ ഐസോമറിന്റെ ആദ്യം നെയിം ഞാൻ പറയാം. നമുക്കറിയാമല്ലോ, അതായത് ഇവിടെ 2 ലിഗാൻഡ് ആണ്, അമോണിയയും നൈട്രോയും. അപ്പൊ അതിനകത്ത് എയും N-ഉം ആൽഫബറ്റ് നോക്കുവാണെങ്കിൽ A ആണ് മുമ്പിൽ. അപ്പം 5 എണ്ണം ഉണ്ട് അമോണിയ മോളിക്കൂള്. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, പെന്റ് അമൈൻ. പിന്നെ അടുത്ത ലിഗാൻഡ് നൈട്രോയാണ്.
അത് O ആണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് നൈട്രിറ്റോ O നൈട്രിറ്റോ O കൊബാൾട്ട് നൈട്രിറ്റോ O കൊബാൾട്ട് കൊബാൾട്ട് കാരണം കൊബാൾട്ട് കാറ്റോണിക് പോർഷനിലാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കൊബാൾട്ടിനെ കൊബാൾട്ട് ആയിട്ട് തന്നെ എഴുതും. കൊബാൾട്ട് എന്താണ്, ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം കൊബാൾട്ട് 3 ക്ലോറൈഡ്. അതേപോലെ തന്നെ താഴത്തേത് പെൻഡമൈൻ നൈട്രിറ്റോ N കൊബാൾട്ട് 3 ക്ലോറൈഡ്. ഇങ്ങനെയാണ് അതിന്റെ നെയിം ചെയ്യുന്നത്. അപ്പം എന്താണ് സ്ട്രക്ചറൽ ഐസോമർസിനകത്ത് ഈ സ്ട്രക്ചർ വ്യത്യാസം വരുന്നതുകൊണ്ട് ആണ് അതിനെ സ്ട്രക്ചറൽ ഐസോമർസത്തിനകത്ത് പെടുത്തിയിരിക്കുന്നത്. ആ സ്ട്രക്ചറൽ ഐസോമറിൽ ഇത് ശരിക്കും എന്ത് ഐസോമറിസമാ? ഇത് ലിങ്കേജ് ഐസോമറിസം. കണ്ട, ലിങ്കേജ് വ്യത്യാസം വരുന്നതുകൊണ്ടുണ്ടാകുന്ന ഐസോമറിസം ആയതുകൊണ്ടാണ് ഇതിനെ ലിങ്കേജ് ഐസോമർ എന്ന് പറയുന്നത്, ഐസോമറിസം എന്ന് പറയുന്നത്. ഇനി അടുത്തത് കോർഡിനേറ്റ് ഐസോമറിസം ആണ്. ഇത് ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്, ശ്രദ്ധിച്ചോളാം. നെക്സ്റ്റ് ഇത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് കോർഡിനേറ്റ് ഐസോമറിസം. രണ്ടാമത്തേത് കോർഡിനേറ്റ് ഐസോമറിസം. അത് ഡബിൾ കോംപ്ലക്സുകളാണ് കാണിക്കുന്നത്. നമ്മൾ ഇപ്പം വരച്ചത് എന്തുവാ? ഇപ്പം CONH3 5 ടൈംസ് NO2 Cl2 കണ്ടോ? ഇത് കാറ്റോണിക് പാർട്ട് മാത്രമേ ഉള്ളൂ കോംപ്ലക്സ്. മറ്റേത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ എന്താണ് എലമെന്റ് കൺസെപ്റ്റാണ് വരുന്നത്, ഇല്ലേ? രണ്ടും ബ്രാക്കറ്റിൽ വരുന്ന ആള്, അതായത് ആനിയോണും കാറ്റിയോണും എന്താണ് ബ്രാക്കറ്റിൽ വരുന്ന ആൾക്കാർ വരുമ്പോഴാണ് അതിനെ ഡബിൾ കോംപ്ലക്സ് എന്ന് പറയുന്നത്. നമ്മൾ നെയിമിങ്ങിനകത്ത് അത് പഠിച്ചതാണ്. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ അപ്പം എഴുതുക ഡബിൾ കോംപ്ലക്സസ് exhibit this type of isomerism. ഡോട്ട് ഇട്ട് ബാക്കിയായിട്ട് തന്നെ ligands are exchanged between metals. അപ്പൊ ഇവിടെ ലിഗാൻഡിനെ എക്സ്ചേഞ്ച് ചെയ്താണ് ഈ ഒരു കോഡ് ഐസോമറിസം ഉണ്ടാകുന്നത്. പക്ഷെ ഞാനിപ്പോൾ വരയ്ക്കുമ്പം നിങ്ങൾ ആക്ച്വലി എന്നോട് ചോദിക്കാൻ പോകുന്ന ഒരു ഡൗട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ലിഗാൻഡിനെ അല്ലല്ലോ എക്സ്ചേഞ്ച് ചെയ്തത്, പകരം സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെ അല്ലേ എക്സ്ചേഞ്ച് ചെയ്തതെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. നിങ്ങൾ ഡൗട്ട് ചോദിക്കുന്നതിന് മുമ്പേ ഞാനങ്ങ് പറഞ്ഞു തന്നാൽ ചോദിക്കാൻ സാധ്യതയുള്ള ഡൗട്ട്. അപ്പം അതിനൊരു കാരണമുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ടോപ്പിക്കാണിത്. അത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയോ, ഒരു ഐസോമർ CONH3 6 ടൈംസ് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് ക്ലോസ് ചെയ്തു കോംപ്ലക്സ്. അടുത്തത് അതിന്റെ കാറ്റോണിക് പാർട്ടും കോംപ്ലക്സ് ആണ്, CrCN 6 ടൈംസ്. ഓക്കെ, ഇത് ഡബിൾ കോംപ്ലക്സ് ആണ്. ഇവന്റെ പേര് നമുക്കൊന്ന് എഴുതിയേക്കാം. ഇവന്റെ പേര് ഹെക്സമൈൻ കൊബാൾട്ട് ആണ്. അതായത് ഇവിടെ ഇതാണ് കാറ്റോണിക് പാർട്ട്, ഇത് ആനിയോണിക് പാർട്ട്. കാറ്റോണിക് പാർട്ടിനെ ആദ്യം നെയിം ചെയ്യണം. കാറ്റോണിക് പാർട്ട് കോർഡിനേഷൻ സ്ഫിയർ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ആദ്യം ലിഗാൻഡിനെ നെയിം ചെയ്യണം. അങ്ങനെ ലിഗാൻഡിനെ നെയിം ചെയ്തപ്പോൾ 6 ലിഗാൻഡ് ഉണ്ട്. ഹെക്സമൈൻ. സെൻട്രൽ മെറ്റൽ കൊബാൾട്ട് ആണ്. കാറ്റോണിക് പാർട്ട് ആയതുകൊണ്ട് കൊബാൾട്ടിനെ കൊബാൾട്ട് എന്ന് തന്നെ എഴുതിയാൽ മതി. കൊബാൾട്ടിന്റെ എപ്പോഴും യൂഷ്വലി 3 ആയിരിക്കും. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങ് തൽക്കാലം 3 എന്നങ്ങ് എഴുതുകയാണ്. കൊബാൾട്ട് 3. അപ്പം കാറ്റോണിക് പാർട്ട് കഴിഞ്ഞു. ഇനി ആനിയോണിക് പാർട്ടിൽ അതും കോർഡിനേഷൻ സ്ഫിയർ ആയതുകൊണ്ട് തന്നെ അതിലും ആദ്യം നെയിം ചെയ്യേണ്ടത് ലിഗാൻഡിനെയാണ്. അപ്പൊ ഏതാ? സൈനൈഡ് ആണ്. അപ്പം സൈനോ എന്നും പറയാം, സൈനിഡോ എന്നും പറയാം. ഞാൻ സൈനിഡോ എന്നാണ് പറയുന്നത്. ചില സ്കൂളിൽ സൈനോ എന്ന് പറയാറുണ്ട്, ചില സ്കൂളിൽ സൈനിഡോ എന്ന് പറയാറുണ്ട്. എങ്ങനെയാണോ നിങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെ എഴുതുക. ഓക്കെ ആണല്ലോ, രണ്ടും ശരിയാണ്. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. അതും 6 ഉണ്ട്. അപ്പം ഹെക്സ സയനിഡോ. ഇവിടെ സെൻട്രൽ മെറ്റൽ ആറ്റം ആനിയോണിക് പാർട്ടാണ്. അപ്പം ആനിയോണിക് പാർട്ട് വരുമ്പം അതിന്റെ ലാറ്റിൻ നെയിം AT ചേർത്ത് വേണം എഴുതാൻ. അപ്പൊ ഇവിടെ ക്രോമേറ്റ്. ഇതിന്റെ കോർഡിനേഷൻ ഇതിന്റെ 3 ആണെങ്കിൽ ഒബ്വിയസ്ലി ഇതിന്റെ എന്ത് തന്നെയായിരിക്കും?
3 തന്നെ ആയിരിക്കും. അതുകൊണ്ട് അതും 3 എന്ന് ഇട്ടു. അതെങ്ങനെയാ വരുന്നതെന്നുള്ളതൊക്കെ നമുക്ക് ചെയ്ത് നോക്കണം കേട്ടോ, എന്നാലേ വരത്തുള്ളൂ. പക്ഷെ ഞാൻ അങ്ങ് എഴുതുക, ക്രോമേറ്റ് 4 അല്ല ക്രോമേറ്റ് 3 എന്ന് എഴുതാം. ഇതാണ് ഇതിന്റെ പേര്. ഓക്കെ, ഇതിന്റെ ഐസോമർ, അപ്പൊ ലിഗാൻഡിനെ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഇതിന്റെ ഐസോമർ ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഐസോമർ തന്നെ ഇങ്ങനെ ആയിരിക്കുന്നത്, നോക്കിക്കോളൂ. CrNH3 6 times, COCN 6 times. ഇവിടെ നിങ്ങളുടെ ഡൗട്ട് തുടങ്ങി കാണും. ലിഗാൻഡിനെ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഈ ഐസോമർ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ട് സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെ ആണല്ലോ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ സ്വാഭാവികം മാത്രമാണ്. അത് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ പറഞ്ഞത്. അതെന്താണെന്നറിയാമോ? ഇവിടെ അമോണിയ ഒരു ന്യൂട്രൽ മോളിക്യൂളാണ്. അപ്പൊ അമോണിയക്ക് ചാർജ് ഒന്നുമില്ല. അപ്പൊ ഈ കോർഡിനേഷൻ സ്ഫിയറിന്റെ മൊത്തം ചാർജ് എന്ന് പറയുമ്പോൾ ഈ കൊബാൾട്ടിന്റെ 3+ ആണ്. ഓക്കെ, അപ്പൊ ഫ്രണ്ടിൽ എഴുതുമ്പോൾ എപ്പോഴും പോസിറ്റീവേ വരാൻ പാടുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. ശരിയല്ലേ? ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി, ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പൊ ഉറപ്പായിട്ടും ഈ നെഗറ്റീവ് കാരണം ഇതിന്റെ ഈ കോർഡിനേഷൻ സ്ഫിയറിന്റെ ചാർജ് എന്താവും? 3- ആയിട്ട് മാറും എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്, ഇല്ലേ? എന്നാൽ നിങ്ങൾ ഇതിനെ ഇങ്ങനാണ്, അതായത് COCN 6 times, അതായത് ഡെഫിനിഷൻ പറയുന്ന പോലെ തന്നെ ലിഗാൻഡിനെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് COCN 6 ടൈംസും CrNH3 6 ടൈംസും ഇങ്ങനെ എഴുതിയായിരുന്ന ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഈ കോർഡിനേഷൻ സ്ഫിയറിന്റെ ടോട്ടൽ ചാർജ് നെഗറ്റീവ് ആയിട്ട് മാറും. ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള ആളിനെ അല്ലല്ലോ നമ്മളൊരു എലമെന്റിന്റെ പേര് എഴുതുമ്പോൾ ഫ്രണ്ടിൽ എഴുതുന്നത്, കാറ്റോണിക് പാർട്ടല്ലേ എഴുതുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അങ്ങനെ ചെയ്യാത്തത്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് ആ കോർഡിനേഷൻ കോംപ്ലക്സ് അങ്ങ് എന്തായിട്ട് മാറും? നെഗറ്റീവ് ആയിട്ട് മാറും. അപ്പൊ നെഗറ്റീവ് ഒരിക്കലും നെഗറ്റീവ് ആളല്ല മുമ്പിൽ വരുന്നത്, പോസിറ്റീവ് ആളാണ് മുമ്പിൽ വരുന്നത്. അപ്പം നമ്മുടെ ഡെഫിനേഷനുമായിട്ട് ഇത് നീതി പുലർത്തുന്നുണ്ട്. കാരണം എന്താ? നേരത്തെ സിയോട് കൂടെ ലിഗാൻഡ് ആരായിരുന്നു? NH3. ഇപ്പൊ സിയോട് കൂടെ ലിഗാൻഡ് ആരാ? CN. ലിഗാൻഡ് എക്സ്ചേഞ്ച് ചെയ്തല്ലോ. അതേപോലെ നേരത്തെ CRന്റെ കൂടെ ലിഗാൻഡ് ഏതായിരുന്നു? CN. ഇപ്പൊ CRന്റെ കൂടെ ലിഗാൻഡ് ആരാ? NH3. അപ്പൊ ഡെഫിനിഷനോട് നീതി പുലർത്തിയിട്ടുണ്ട്. പക്ഷേ എഴുതുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം എഴുതാൻ. കാരണം ഒരിക്കലും CN എടുത്ത് ഫ്രണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ, CO അവിടെ തന്നെ എഴുതിയിട്ട് CN അവന്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ CN നെഗറ്റീവ് ആയിട്ടുള്ള ഇതായതുകൊണ്ട് ആ കോർഡിനേഷൻ സ്ക്വയർ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിട്ട് മാറും. അപ്പൊ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും, ഇല്ലയോ? അപ്പം അത് അങ്ങനെ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയത്. ഇനി ഇവന്റെ നെയിം എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ഇവൻ ഇത് തന്നെ ഹെക്സമൈൻ ക്രോമിയം 3. ഇനി വീണ്ടും ഹെക്സ ക്രോമിയം 3 ബ്രാക്കറ്റിലാണ്. സയനിഡോ എന്താ? അവനെ എഴുതുമ്പോൾ AT ചേർത്ത് എഴുതണം. കൊബാൾട്ടേറ്റ് അവന്റെ എന്ത് തന്നെയായിരിക്കും? 3 ആയിരിക്കും. മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. നോട്ട്സ് ക്ലിയർ ആയിട്ട് എഴുതിയെടുക്കുക. എഴുതിയെടുത്ത് തന്നെ പോവുക. ഡൗട്ട് ഉള്ളവർ ചോദിക്കുക. അടുത്ത ഐസോമറിസം, അതായത് നമ്മുടെ സ്ട്രക്ചറൽ ഐസോമറിസത്തിനകത്ത് ഒന്നാമത്തേത് നമ്മൾ ലിങ്കേജ് ഐസോമറിസം പറഞ്ഞു, രണ്ടാമത്തേത് കോർഡിനേറ്റ് ഐസോമറിസം പറഞ്ഞു, മൂന്നാമത്തേത് അയോണൈസേഷൻ ഐസോമറിസം. എപ്പോഴും ജനറലി ഈ അയോണൈസേഷൻ ഐസോമറിസത്തിൽ നിന്നാണ് ഈ ഭാഗത്ത് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാകുക. അപ്പൊ അത് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. അതായത് അയോണൈസേഷൻ, മൂന്നാമത്തേത് അയോണൈസേഷൻ ഐസോമറിസം. അയോണൈസേഷൻ ഐസോമറിസം.
അയണൈസേഷൻ ഐസോമറിസത്തിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് അത് കൗണ്ടർ അയോൺസിനെ എന്താണ് എക്സ്ചേഞ്ച് ചെയ്ത്, അതായത് കൗണ്ടർ അയോണും ലിഗാൻഡും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തുണ്ടാകുന്ന ഐസോമറാണ് അയണൈസേഷൻ ഐസോമർ എന്ന് പറയുന്നത്. അത് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇത് എഴുതിക്കോ. occurs due to exchange occurs due to exchange between counter ion and ligand. ഒരു എക്സാമ്പിൾ എടുക്കാം. ഈ ഞാൻ ഈ തന്ന എക്സാമ്പിൾ ആണ് കേട്ടോ. ഒരു എപ്പോഴൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നിരിക്കുന്നത് ഈ പർട്ടിക്കുലർ എക്സാമ്പിൾ ആണേ. അത് കുറെ തവണ അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഇത് തന്നെ എടുത്ത് തന്നിരിക്കുന്നതിനകത്ത്. CONH3 5 times SO4 Br. ഇതൊരു ഐസോമർ, 1 ഐസോമർ. ഓക്കെ, അതായത് ഫസ്റ്റ് ഐസോമർ എന്ന് കൊടുക്കാം. ഫസ്റ്റ് ഐസോമർ. ഓക്കെ, ഇനി ഇതിന്റെ തന്നെ ഐസോമർ എടുക്കാം. CONH3 5 ടൈംസ് Br നെ ഞാൻ അകത്തെടുത്തിട്ട് SO4നെ കൗണ്ടർ അയോൺ ആക്കുകയാണ്. SO4നെ, അതായത് നേരത്തെ Br ആയിരുന്നു കൗണ്ടർ അയോൺ, SO4 ലിഗാൻഡ് ആയിരുന്നു. ഇനി SO4നെ കൗണ്ടർ അയോൺ ആക്കിയിട്ട് Br നെ ലിഗാൻഡ് ആക്കുക. ഇത് ഇതിന്റെ സെക്കൻഡ് ഐസോമർ. ഇത് അയോണൈസേഷൻ ഐസോമർ എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഇത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരാ പുറത്തെന്നുള്ളത്? അതൊരു റിയാക്ഷൻ നടത്തി നോക്കിയാൽ മതി. അതായത് ടെസ്റ്റ് ഫോർ നമുക്ക് വേണമെങ്കിൽ നമ്മളിപ്പം ആദ്യത്തെ ഐസോമറിനകത്ത് ഇച്ചിരി ബേരിയം ക്ലോറൈഡ് ഒഴിക്കുകയെന്ന് വിചാരിച്ചോ. ബേരിയം ക്ലോറൈഡ് ആദ്യത്തെ സൊല്യൂഷനകത്ത് ഒഴിക്കുകയാണെങ്കിൽ അവിടെ റിയാക്ഷൻ ഒന്നും നടക്കത്തില്ല. നേരെ മറിച്ച് രണ്ടാമത്തെ ഐസോമർ എടുത്തിട്ട് അതിനകത്ത് ഒഴിക്കുകയാണെങ്കിൽ അവിടെ ബേരിയം സൾഫേറ്റ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. കാരണം ഇവിടെ അയോണൈസബിൾ ആയിട്ടുള്ളത് SO4 അല്ലേ, ഇവിടെ അയോണൈസബിൾ ആയിട്ടുള്ള Br അല്ലേ. അപ്പൊ Br മൈനസുമായിട്ട് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, മറ്റേ ബേരിയം ക്ലോറൈഡ് റിയാക്ട് ചെയ്യത്തില്ല. പക്ഷേ ബേരിയം ക്ലോറൈഡിനകത്ത് ബേരിയം സൾഫേറ്റ് അയോണുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ ഇതുമായിട്ട് റിയാക്ഷൻ നടക്കും. അപ്പൊ നമ്മൾ ഇതും എടുത്തിട്ട് ഒരു പാത്രത്തിനകത്ത് എടുത്തിട്ട് ഇതിനകത്ത് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നോ റിയാക്ഷൻ, ഇതിനകത്ത് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. ഡ്യൂ ടു എന്താണ്, ഇതാണ് അയണൈസ് ചെയ്തിരിക്കുന്നത്. അവിടെ ഇത് അയണൈസ് ചെയ്യും, പക്ഷെ അയണൈസ് ചെയ്തിട്ട് കാര്യമില്ല, അത് അതുമായിട്ട് റിയാക്ട് ചെയ്തില്ല. ഓക്കെ ആണല്ലോ. അപ്പൊ അത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയോ, ശ്രദ്ധിച്ചോളൂ. അപ്പൊ അതൊന്ന് എഴുതാം. ഓക്കെ, അതൊന്ന് എഴുതാം. ഇതിന്റെ താഴോട്ട് എഴുതിക്കോളൂ. adding barium chloride to the first isomer, no reaction takes place. Adding barium chloride solution to the first isomer ആണ്. barium chloride solution to first isomer, no reaction takes place because here SO4 is a ligand and Br is the counter ion. So coordination sphere will not ionize. കാരണം SO4 coordination sphere നാത്തല്ലേ. So coordination sphere will not ionize. And will not produce
will not produce white precipitate of barium sulfate. അത് ടെസ്റ്റ് ഫോർ സൾഫേറ്റ് എന്ന് വേണേൽ ബ്രാക്കറ്റിൽ എഴുതാം. ടെസ്റ്റ് ഫോർ സൾഫേറ്റ് അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് ഒരു തവണ ചോദിച്ചത് നൈട്രേറ്റ് ആണ്. എന്താണ് ഇതിനകത്ത് ഇപ്പൊ നമ്മൾ AgNO3 ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ആദ്യത്തെ ഐസോമറുമായിട്ട് റിയാക്ട് ചെയ്യും, രണ്ടാമത്തെ ഐസോമറുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല. കാരണം Ag പോയിട്ട് ആ Br-ഉമായിട്ട് റിയാക്ട് ചെയ്തിട്ട് AgBr ഉണ്ടാവും. മനസ്സിലായോ? ഇവിടെ നമ്മൾ ബേരിയം ക്ലോറൈഡ് ആണ് ആഡ് ചെയ്യുന്നത്, അതായത് BaCl2 ആണ് ആഡ് ചെയ്യുന്നത്. BaCl2 ഫസ്റ്റ് ഐസോമറിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൗണ്ടർ അയോൺ ആയിട്ടുള്ളത് Br ആണ്. ഒരിക്കലും ഈ ബേരിയം Ba2+ പോയിട്ട് Br- ആയിട്ട് എന്ത് ചെയ്യത്തില്ല, റിയാക്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് അവിടെ ഒന്നും ഉണ്ടാകാത്തത്. മാത്രമല്ല ആ ബേരിയവുമായിട്ട് റിയാക്ട് ചെയ്യാൻ കഴിവുള്ള സൾഫേറ്റ് ഇവിടെ കോർഡിനേഷൻ സ്ഫിയറിന്റെ ഉള്ളിലാണ്, അത് അയോണൈസ് ചെയ്യത്തില്ല, അതുകൊണ്ട് റിയാക്ഷൻ നടക്കത്തില്ല. നേരെ മറിച്ച് ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചത് ഇതല്ല, ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചത് ഈ സെയിം കോമ്പൗണ്ട് വന്നിട്ട് അതിനകത്ത് AgNO3 ആഡ് ചെയ്യുന്നതിനെ പറ്റിയാണ് ചോദിച്ചത്. അപ്പൊ AgNO3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഐസോമറിനകത്തായിരിക്കും റിയാക്ഷൻ നടക്കുന്നത്. കാരണം എന്താ അറിയോ, ആ Ag പോയിട്ട് കൗണ്ടർ അയോൺ ആയിട്ടുള്ള Br- ആയിട്ട് ചേർന്നിട്ട് AgBr എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാവും. ഓക്കെ, എന്നാൽ നേരെ മറിച്ച് അത് രണ്ടാമത്തെ ഐസോമറിനകത്ത് ഇതായി കഴിഞ്ഞാൽ Ag പോയിട്ട് ഒരിക്കലും SO4 2- ആയിട്ട് റിയാക്ട് ചെയ്യത്തില്ല. മനസ്സിലായോ? അങ്ങനെയും ചിന്തിച്ചോണം കേട്ടോ. ഈ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം അതിനകത്തുനിന്ന്. ഈ രണ്ട് ക്വസ്റ്റ്യനെ ചോദിക്കുകയേ ഉള്ളൂ, അതാണ് അതിനകത്തെ പ്രത്യേകത. ഇനി അടുത്തത് അത് ഞാൻ എൻ്റെ നോട്ടിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഞാൻ തരാം കേട്ടോ. അപ്പൊ നോക്കിയോ, on other hand adding barium chloride BaCl2 solution to second isomer. നിങ്ങൾ എഴുതുമ്പോൾ അതിന്റെ ഫോർമുല തന്നെ എഴുതാമേ. ഞാൻ സെക്കൻഡ് ഐസോമർ തന്നെ എഴുതുക. സെക്കൻഡ് ഐസോമർ produce white precipitate as Ba2+ will react with SO4 2-, which is a counter ion in second isomer. ഇത് ടെസ്റ്റ് ഫോർ സൾഫേറ്റ്. നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ഫോർ ബ്രോമിൻ വേണേൽ ചെയ്യാം. Br-ന്റെ ടെസ്റ്റ്, അതായത് എസ്റ്റിമേഷൻ ഓഫ് ബ്രോമിൻ. അതിനാണ് ഞാൻ മറ്റേ റിയാക്ഷൻ പറഞ്ഞത്. ഓക്കെ, ഇനിയും അതിനകത്ത് തന്നെ ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം. we can also estimate bromine by adding silver nitrate and nitric acid and it will react with bromine present in first isomer and produce yellow precipitate, yellow PPT of
AgBr, സിൽവർ ബ്രോമൈഡ്, സിൽവർ ബ്രോമൈഡ്. ഓർത്തോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇത് രണ്ടാമത്തെ ഐസോമറിനകത്ത് എന്താണ്, സിൽവർ നൈട്രേറ്റോ നൈട്രിക് ആസിഡോ ഒന്നും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ഷൻ നടക്കത്തില്ല. കാരണം അവിടെ SO4 ആണ് എന്ത് വെളിയിൽ കിടക്കുന്നത്, Br ആകത്ത്. ഓക്കെ, ഇനി ഒരു ടൈപ്പ് ഐസോമറിസം കൂടി ഇതിനകത്തുണ്ട്, നാലാമത്തേത് സോൾവേറ്റ് ഐസോമർ എന്ന് പറയും. സോൾവേറ്റ് ഐസോമെറിസം. അതിനെ ഹൈഡ്രേറ്റ് ഐസോമറിസവും പറയും കേട്ടോ. ഇപ്പം നമ്മൾ ലിഗാൻഡ് ആയിട്ട് ഒരു സോൾവെന്റ് മോളിക്കൂളാണ്, ഒരു സോൾവെന്റ് ആണെങ്കിൽ അതിനെ നമ്മൾ സോൾവേറ്റ് ഐസോമറിസം എന്ന് പറയും. ഇനി ആ സോൾവെന്റ് വാട്ടർ ആണെങ്കിൽ അതിനെ ഹൈഡ്രേറ്റ് ഐസോമർ എന്നും പറയും. ഓക്കെ ആണല്ലോ. അപ്പം സോൾവേറ്റ് molecule will be present as free molecule in the crystal lattice of the compound or directly bonded to metal as ligand. അതായത് ക്രിസ്റ്റൽ ലാറ്റിസിൽ ഉള്ള സ്പേസുകളിൽ ചിലപ്പോൾ ഈ സോൾവെന്റ് മോളിക്യൂൾ കാണാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അത് സോൾവേറ്റ് ഐസോമറിസം തന്നെയാണെന്നുള്ള കാര്യം ആലോചിക്കാം. ആസ് മെറ്റൽ ആസ് ligand. If water is the solvent, it is known as hydrate isomerism. For example എടുക്കാം, CrH2O 5 times Cl സ്ക്വയർ ബ്രാക്കറ്റിന്റെ പുറത്ത് ഡോട്ട് Cl2 ഡോട്ട് H2O. ഓക്കെ, ഇവിടെ ഇപ്പൊ ഇത് ലിഗാൻഡ് ആയിട്ടാണ്. ഇവിടെ ഇത് എന്താണ്, ഫ്രീ മോളിക്യൂൾ ആയിട്ടാണ്. അതാ ക്രിസ്റ്റൽ ലാറ്റിസിനകത്തുള്ളതാണ്, മോളിക്യൂൾ ആയിട്ടാണ്. ഓക്കെ, ഇതിന് ശരിക്കും ഗ്രേ ഗ്രീൻ കളറാണ്. ഈ ഐസോമറിന് ഒരു ഗ്രേ ഗ്രീൻ കളറാണ്. ഇനി ഈ ഫ്രീ മോളിക്യൂൾ വേണേൽ ലിഗാൻഡ് ആയിട്ട് വരാം. അപ്പം ഇതിന്റെ ഇത് മാറും, CrH2O 6 പ്രാവശ്യം 6 Cl അല്ല, അപ്പം എന്തായാലും ഒരാൾ അകത്ത് കയറണമെങ്കിൽ അവിടുന്ന് ഒരാൾ പുറത്തിറങ്ങണം. അപ്പൊ Cl-നെ പുറത്തിടേണ്ടി വരും. അപ്പം Cl-നെ ഞാൻ എടുത്ത് പുറത്തിട്ടു. അപ്പൊ Cl2 എന്നുള്ളത് Cl3 ആണ്. ഓക്കെ, ഇപ്പൊ ഇതെല്ലാം ലിഗാൻഡ് ആയിട്ട് തന്നെ ആയിരിക്കുന്നത്, ഫ്രീ മോളിക്യൂൾസ് ഇതിനകത്തില്ല. ഇതിന് വയലറ്റ് കളറായി. അടുത്തത് വാലൻസ് ബോണ്ട് തിയറി ആണ്. നമുക്ക് ഇതിനകത്ത് രണ്ട് തിയറി പഠിക്കാനുണ്ട്. ഒന്ന് വാലൻസ് ബോണ്ട് തിയറിയും അതേപോലെ തന്നെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് തിയറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടെ പഠിക്കാനുണ്ട്. പിന്നെ ബോണ്ടിങ് ഇൻ മെറ്റൽ കാർബണേറ്റ്. ഇങ്ങനെ 3 ടോപ്പിക്കാണ്. പക്ഷേ ഇത് ഇച്ചിരി വലിയ ടോപ്പിക്ക് തന്നെയാണ്. ഈ ഭാഗത്ത് നിന്ന് 5 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള പാർട്ട് തന്നെയാണ്. 3 ടോപ്പിക്കുകളേ ഉള്ളൂ എങ്കിലും ജനറലി, പക്ഷെ അതിനകത്ത് കുറെ കണ്ടന്റ്സ് ഉണ്ട്. അപ്പൊ എന്തായാലും ഈ ബോണ്ടിങ് ഇൻ മെറ്റൽ കാർബണൈൽസ് എപ്പോഴും ബോണ്ടിങ് ഇൻ വാലൻസ് ബോണ്ട് തിയറി എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ക്രിസ്റ്റൽ ഫീൽഡും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് 10 to 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നുണ്ടാവും. അതിനകത്ത് നെയിമിങ് എന്തായാലും 2 ഉണ്ട്. ബാക്കി ഐസോമറിസത്തിന്റെ അവിടെ നിന്ന് എന്തായാലും ഒരു
2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കാണും. പിന്നീട് ചോദിക്കുന്നതൊക്കെ ഇനി നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ഭാഗത്തു നിന്നായിരിക്കും. ഓക്കെ, അപ്പം ഇതൊന്ന് എഴുതിയെടുത്തോ. ബാലൻസ് ബോണ്ടിങ് ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്. ബോണ്ടിങ് ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട് അടുത്ത ഹെഡിങ്. ബോണ്ടിങ് ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്. ബോണ്ടിങ് ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണേ, നല്ലതായിട്ട് പഠിക്കണം. ഇത് തിയറി ഒന്നും വരത്തില്ല, പക്ഷേ ഇതിന്റെ നമുക്ക് ഒരു എന്താ പറയുന്നത്, കുറച്ച് ക്വസ്റ്റ്യൻ പോലെ ചെയ്യാനുണ്ട്. അപ്പൊ അത് പഠിക്കണം, അതാണ് ഇതിനകത്തെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എന്തായാലും നമുക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എഴുതിയേക്കാം. അതായത് ഒരു ടോപ്പിക്ക് സബ് ഹെഡിങ് ആയിട്ട് എഴുതുക, വാലൻസ് ബോണ്ട് തിയറി. വാലൻസ് ബോണ്ട് തിയറി. ശരിക്കും ഉണ്ടല്ലോ, ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിലുള്ള ബോണ്ടിങ് പറയാൻ വേണ്ടി 3 തിയറിയാണ് ശരിക്കും ഡിസൈൻ ചെയ്തത്. അതിൽ ഫസ്റ്റ് തിയറിയാണ് വാലൻസ് ബോണ്ട് തിയറി. അതിനകത്ത് കുറെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് പിന്നെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് തിയറി എന്ന് പറയുന്ന ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്ന് പറയുന്ന തിയറി കണ്ടുപിടിച്ചത്. അതിനും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്ന് പറയുന്നൊരു തിയറി കണ്ടുപിടിച്ചത്. അത് നമുക്ക് ഈ വർഷം പഠിക്കാനില്ല, അത് +1 നിങ്ങൾ പഠിച്ചായിരിക്കും. സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, പൈ 2px ഈക്വൽ ടു പൈ 2p, അങ്ങനെ അതെല്ലാം ഈ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ തിയറി ഫെയിലിയർ ആയതുകൊണ്ടാണ് രണ്ടാമത്തെ ക്രിസ്റ്റൽ ഫീൽഡ് കണ്ടുപിടിച്ചത്. അതും ഫെയിലിയർ ആയതുകൊണ്ടാണ് മോളിക്കുലാർ ഓർബിറ്റൽ കണ്ടുപിടിച്ചത്. അത് ഓൾറെഡി നമ്മൾ +1 പഠിച്ചാണ് നമുക്കിവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എഴുതിയിട്ടേര്. സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊന്നും ചോദിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല, എന്നാലും എഴുതിയിട്ടേര്. അക്കോർഡിംഗ് എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചാലും നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം മനസ്സിലാവത്തില്ല. അത് ഞാൻ തുറന്ന് ആദ്യമേ പറയാം. അത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. അക്കോർഡിംഗ് ടു ദിസ് the metal atom or ion metal atom or ion under the influence of ligand uses its n-1d, ns, np orbital or ns, np and nd orbitals for hybridization ഒക്കെ കഴിഞ്ഞ വർഷം പഠിച്ചാണ്. ഈ ഓർബിറ്റലിന്റെ മിക്സിങ്ങിനെയാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. തൽക്കാലം അങ്ങനെയും ഓർത്തു വെക്കുക. ഹൈബ്രിഡൈസേഷൻ അറിയത്തില്ലെന്ന് എനിക്കറിയാം. ഹൈബ്രിഡൈസേഷൻ to yield a set of equivalent number of hybrid orbital or identical symmetry and definite geometry. ഇത് വായിച്ചിട്ട് ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. ഇത് അതിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അങ്ങനെ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പുട്ടുപോലെ ഇത് ഞാൻ മനസ്സിലാക്കി തരാം. നോക്കിക്കോളൂ. ബാലൻസ് ബോണ്ട് ചരിത്രം ആദ്യം എഴുതുക. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ടേബിൾ വരയ്ക്കണം.
അതായത് അതിന്റെ ഹെഡിങ് കൊടുക്കേണ്ടത് നമ്പർ ഓഫ് ഓർബിറ്റൽസ് ആൻഡ് ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. കോർഡിനേഷൻ നമ്പർ, ഹൈബ്രിഡൈസേഷൻ, ജിയോമെട്രി. എന്നിട്ട് കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ, കോർഡിനേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ അതിനർത്ഥം സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് 4 ബോണ്ടിങ് ഉണ്ടെങ്കിൽ അതിന്റെ കോർഡിനേഷൻ നമ്പർ 4 ആയിരിക്കും. ഓക്കെ. അപ്പം ഹൈബ്രിഡൈസേഷൻ sp3 ആവാം. ഒരു എസും 3 p ത്രൂ ആയിരിക്കും സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ആ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ. sp3 ആവാം. അതിന്റെ ജോമെട്രി ടെട്രാഹൈഡ്രൽ ആവാം. ആവാം. അതേപോലെ തന്നെ കോർഡിനേഷൻ നമ്പർ 4 വരുവാണെങ്കിൽ വേറൊരു ഹൈബ്രിഡൈസേഷൻ കൂടെ പോസിബിൾ ആണ്. ഒരു ഡിയും ഒരു എസും 2 p2ഉം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സെൻട്രൽ മെറ്റൽ ആറ്റം ബോണ്ട് ഫോം ചെയ്യാം. അതിന്റെ ഷേപ്പ് നമ്മൾ നേരത്തെ ക്യാരം ബോർഡ് എന്ന് പഠിപ്പിച്ചായിരുന്നല്ലോ, സ്ക്വയർ പ്ലെയിനാർ ആയിരിക്കും. സ്ക്വയർ പ്ലെയിനാർ വരാം. ഇനിയും കോർഡിനേഷൻ നമ്പർ 5 ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ sp3d എന്ന് പറയുന്ന ഹൈബ്രിഡൈസേഷൻ വരാം. അതായത് ഒരു എസും 3 പിയും ഒരു ഡിയും കൂടെ എന്തിന് ബോണ്ട് ഫോർമിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ. അപ്പം അത് ട്രൈഗോണൽ ബൈപിരമിഡൽ എന്ന് പറയുന്ന ഒരു ഷേപ്പാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷം കെമിക്കൽ ബോണ്ടിങ്ങിനകത്ത് കുറേ ടൈപ്പ് ഷേപ്പ് പഠിച്ചിട്ടുണ്ടാവും, ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിലൊരു ഷേപ്പാണ് ട്രൈഗോണൽ ബൈപിരമിഡൽ. അതായത് 3 സൈഡുള്ള പിരമിഡിനെ മുകളിലും താഴെ അടുക്കി വെക്കുന്നതാണ് ട്രൈഗോണൽ ബൈപിരമിഡൽ. നമ്മുടെ ഈജിപ്തിലെ പിരമിഡിന് 4 സൈഡ് ഉണ്ട്. 3 സൈഡുള്ള പിരമിഡ് മുകളിലും താഴെയും തിരിച്ചും മറിച്ചും വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതാണ് ട്രൈഗോണൽ ബൈപിരമിഡൽ. ഇനി അടുത്തത് 6 കോർഡിനേഷൻ നമ്പർ വരുവാണെങ്കിൽ അതിനെ sp3d2 എന്ന് പറയുന്ന ഇത് വരാം. അത് ഒക്ടാഹൈഡ്രൽ ആയിരിക്കും. അതൊക്കെ ഞാൻ നിങ്ങളെ ഒക്ടാഹൈഡ്രൽ നേരത്തെ ഫേഷ്യൽ മെറിഡിയോണിൽ പഠിപ്പിച്ചപ്പോഴൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നതാണ്. ഒക്ടാഹൈഡ്രൽ. അതേപോലെ 6 വരുവാണെങ്കിൽ വേറൊരു ഹൈബ്രിഡൈസേഷൻ കൂടെ പോസിബിൾ ആണ്, d2sp3. അപ്പൊ നിങ്ങൾ ചോദിക്കും sp3d2ഉം d2sp3യും ഒന്നല്ലേ എന്ന് ചോദിക്കും. അത് ഒന്നല്ല, അത് വ്യത്യാസമുണ്ട്. അതെന്താന്നുള്ളത് നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഇതും ഒക്ടാഹൈഡ്രൽ തന്നെയായിരിക്കും. ഓക്കെ ആണല്ലോ. ഇത് പഠിച്ചിരിക്കണം, ഇത് കാണാപ്പാഠം പഠിച്ചിരിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളേ. അപ്പൊ അതൊന്ന് ഓർത്ത് അതിന്റെ ഷേപ്പ്, ഹൈബ്രിഡൈസേഷന്, കോർഡിനേഷൻ നമ്പർ ഇതെല്ലാം പഠിച്ചിരിക്കണം. ഞാൻ ഇതിനകത്ത് 3 ക്വസ്റ്റ്യനാണ് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. ബാക്കിയുള്ള എല്ലാം അതേ മോഡൽ ആയിരിക്കും. അപ്പൊ 3 ക്വസ്റ്റ്യനാണ് ജനറലി ചോദിക്കുന്നത്. അപ്പം അത് അതിനനുസരിച്ച് അങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയാണ് ചെയ്യിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഈ 3 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇന്ന് ക്ലാസ് നിർത്തത്തുള്ളേ. 3 ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഒരു 15 മിനിറ്റ് മതി. ഒരു 10-20 ആകുമ്പോഴത്തേക്കും നിർത്താം. പക്ഷേ ഈ 3 ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും കിട്ടുവാണെങ്കിൽ ഇത്. ആ 3 മാർക്ക് സിംപ്ലി പോക്കറ്റിൽ തന്നെ കയറിക്കോളും. നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോ. എക്സ്പ്ലെയിൻ. ഇത് ശ്രദ്ധിച്ചോണേ, എല്ലാവരും പഠിച്ചോണേ. എക്സ്പ്ലെയിൻ. ഇത് ഷുവറാ, ക്വസ്റ്റ്യൻ ഷുവറാണ്. എക്സ്പ്ലെയിൻ ദ ബോണ്ട് ഫോർമേഷൻ. Explain the bond formation
in CONH3 6 times 3 plus. അതായത് ഇത് അയോൺ തന്നിരിക്കുന്നതിന് ഇപ്പുറത്ത് എന്താണ് ഒരു കോമ്പൗണ്ട് തരുവാണെങ്കിൽ, അല്ല ഇപ്പുറത്തൊരു വേറെ കൗണ്ടർ അയോൺ തരുവാണെങ്കിൽ ഈ മുകളിലുള്ള ചാർജ് എഴുതത്തില്ലെന്നേ ഉള്ളൂ. സാധാരണ ഇങ്ങനെ അയോൺസിന്റെ കോർഡിനേഷൻ കോംപ്ലക്സ് എന്നിട്ട് അതിന്റെ അയോൺസ് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ കംപ്ലീറ്റ് മോളിക്യൂൾ എന്ന് തരും. ഓക്കെ, കംപ്ലീറ്റ് മോളിക്യൂൾ തരുവാണെങ്കിൽ നിങ്ങൾ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കേണ്ടി വരും. എന്നിട്ട് വേണം ചെയ്യാൻ. യൂസിങ് ബാലൻസ് ബോണ്ട് തിയറി VBT. അപ്പൊ അതിനാദ്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിന്റെ കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കണം. അപ്പം നമുക്കറിയാം കോർഡിനേഷൻ നമ്പർ അല്ല, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അപ്പം ആദ്യം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് കൊബാൾട്ട് എത്രയാ? കൊബാൾട്ടിന്റെ 3 ആണെന്ന് നമുക്കറിയാം, എന്നാലും കണ്ടുപിടിക്കണം. കൊബാൾട്ടിന്റെ അറിയത്തില്ല എക്സ്. നമുക്കറിയാം എന്താണ്, അമോണിയ ഒരു ന്യൂട്രൽ മോളിക്യൂൾ ആണ്. അപ്പൊ അതിന്റെ 0 ആണ്. 0 × 6 ഈസിക്കൽ ടു ടോട്ടൽ അതിന്റെ ചാർജ് +3 ആണ്. അപ്പം എന്തായാലും നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ അതിന്റെ ചാർജ് നമുക്ക് എത്ര കിട്ടും? എക്സ് ഈസിക്കൽ ടു എത്ര കിട്ടും? +3 എന്ന് കിട്ടും. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആയി. ഓക്കെ ആണല്ലോ. ഇനി ആദ്യം നമ്മൾ എന്താ എഴുതേണ്ടതെന്ന് അറിയാമോ? കൊബാൾട്ടിന്റെ അറ്റോമിക് നമ്പർ എഴുതി ഇങ്ങനെ എഴുതണം. എന്നിട്ട് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. എന്താ? 1s2. നിങ്ങൾക്ക് വേണമെങ്കിൽ ആർഗൺ ഇട്ട് എഴുതാം. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതി പോവാണ്. 1s2 2s2 2p6 3s2 3p6 3p6 കഴിഞ്ഞിട്ട് പിന്നെ ഏതാ ഫിൽ ആവുന്നത്? 3p കഴിഞ്ഞ് 3d അല്ല, ഫിൽ ആവുന്ന 4s ആ. അപ്പൊ ഞാൻ എന്താണ് ആ ഷെല്ലിന്റെ ആ ഓർഡറിൽ തന്നെയാണ് എഴുതുന്നത്. പക്ഷെ ഫില്ല് ചെയ്യുന്നത് 4s2 ഫില്ല് ചെയ്തിട്ട് എത്രയാണ്? 3d7 ഇങ്ങനെയാണ് എഴുതുന്നത്. ഷെല്ല് എഴുതുമ്പോൾ ആ ഓർഡറിൽ എഴുതുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഇലക്ട്രോൺസിനെ കളയുമ്പോൾ നമുക്ക് ആ കൃത്യമായിട്ട് കളയാൻ പറ്റും. ഇങ്ങനെ വേണം നിങ്ങൾ എഴുതുമ്പോൾ, വേണം നിങ്ങൾക്ക് തിരിച്ചെഴുതാം. എന്താ നോക്കി, അതായത് 4s2 3d7 എഴുതാം. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഈ CO3+ കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ചിലപ്പം ഈ 7ൽ നിന്ന് 3 എണ്ണവും കളയും. നിങ്ങൾ വിചാരിക്കുന്നത് ഈ 3d ആണ് ലാസ്റ്റ് സബ്ഷെല്ല്. അല്ല, ലാസ്റ്റ് സബ്ഷെല്ല് എപ്പോഴും 4s തന്നെയാണ്. പക്ഷെ ഫിൽ ആവുന്നത് 4s പോയി ഫില്ല് ചെയ്തിട്ട് 3d ഫില്ല് ചെയ്യത്തുള്ളതേ ഉള്ളൂ. അപ്പൊ ഞാൻ പണ്ട് മുതലേ എന്താണ് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ചെയ്യുന്നത് 1s2 2s2 2p6 3s2 3p6 ഒന്നിച്ചിരി അകത്തി എഴുതിയിട്ട് 4s2 ഫില്ല് ചെയ്തിട്ട് പിന്നെ 3d7 ഇങ്ങനെ. അപ്പൊ എനിക്കിനി 3നെ കളയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് തന്നെ കളയും. ലാസ്റ്റ് ഷെൽ 2ൽ നിന്നും ഇവിടുന്ന് ഒന്നും കളയും. മനസ്സിലായി? അതാണ് അതിന്റെ ഒരു ഗുണം. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണോ കൺവീനിയൻറ്റ് നിങ്ങൾ അങ്ങനെ ചെയ്യുക കേട്ടോ. ഞാൻ ഇനിയിപ്പോൾ എൻ്റെ രീതി ഒന്നും അടിച്ചേൽപ്പിക്കുന്നൊന്നുമില്ല. എനിക്കിതാണ് എളുപ്പം തോന്നി, അല്ലെങ്കിൽ മറ്റു പിള്ളേരെ കൺഫ്യൂഷൻ ഒഴിവാക്കും. അയോൺസിന്റെ ഒക്കെ കോൺഫിഗറേഷൻ എഴുതാനുള്ള കൺഫ്യൂഷൻ ഈ രീതിയിലാണെങ്കിൽ ഒഴിവാക്കും. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നോക്കിയോ, 1s2 2s2 2p6 3s2 3p6 3 പോയി. CO3+, 3+ ആയതുകൊണ്ടാണ് നമ്മൾ 3+ന്റെ എഴുതുന്നത്. അപ്പം 3p6 3d-ക്കകത്ത്, അതായത് 4s-നകത്തു നിന്നെല്ലാം പോയി, 0 ഉള്ളൂ. 3d-ക്കകത്ത് നിന്ന് ഒരെണ്ണം പോയി. അപ്പം 3d-ക്കകത്ത് ഇനിയും 6 ഉള്ളൂ. ആണല്ലോ. ഇനി ഇവരുടെ ഓർബിറ്റൽ ബോക്സ് ഡയഗ്രാം വരയ്ക്കാം. ഓർബിറ്റൽ ബോക്സ് ഡയഗ്രാം എവിടെ വരയ്ക്കത്തുള്ളൂ അറിയാമോ? ലാസ്റ്റ് രണ്ടെണ്ണത്തിന്റെ, അതായത് ലാസ്റ്റ് ഡിയുടെ മാത്രമേ നമ്മൾ യൂഷ്വലി വരയ്ക്കാറുള്ളൂ. അതായത് ഈ 3d-യുടെ. അപ്പം നോക്കിക്കോണം. അതായത് നമ്മൾ എന്താണ് ആദ്യം ചെയ്തത്? നമ്മൾ വാലൻസ് ബോണ്ട് തിയറിയാണ് പഠിക്കുന്നത്. നമ്മൾ വാലൻസ് ബോണ്ട് തിയറിക്കകത്ത് ഒരു കോമ്പൗണ്ടിന്റെ ബാലൻസ് ബോണ്ട് തിയറി വെച്ചിട്ട് അതിന്റെ ബോണ്ട് ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇതാണ് ആ കോർഡിനേഷൻ കോംപ്ലക്സ് തന്നിരിക്കുന്നത്. അതിന്റെ ചാർജും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ചു. ആ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ കംപ്ലീറ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. എന്നിട്ട് അതിന്റെ അയോണിന്റെയും എഴുതി. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഓർബിറ്റൽ ബോക്സ് ഡയഗ്രാം എഴുതാൻ പോവാണ്. ഓർബിറ്റൽ ബോക്സ് ഡയഗ്രാം ബോക്സ് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. എന്തിന്റെയാണ്? CO3+ന്റെ. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ഡി വരയ്ക്കുന്നു. ഡിക്ക് 5 ഓർബിറ്റൽ ആണ് അല്ലെ? 5 ഓറിയന്റേഷൻ ആണ്. 1 2 3 4 5. ഓക്കെ ആണല്ലോ. ഓക്കെ, എന്നിട്ട് തൊട്ടടുത്ത് നമുക്ക് 3d കഴിഞ്ഞിട്ട് പിന്നെ ആരാ ഉള്ളത്? പിന്നെ 4s ആണ്. 4sൽ ഒന്നേ ഉള്ളൂ. ഇത് 4s. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് 4p കൂടെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. അത് വേക്കന്റ് ആയിട്ട് അവിടെ കിടക്കട്ടെ. ഓക്കെ, ഇത് 4p കൂടെ വരയ്ക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഈ 3d-ക്കകത്ത് 6 എണ്ണം ഉണ്ടല്ലോ, അതിനെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം ഓരോന്നിനും ഫില്ല് ചെയ്തിട്ട് പിന്നീട് പെയറിംഗ് നടക്കത്തുള്ളൂ. ഹൺസ് റൂൾ അതാണ് പറയുന്നത്. 1 2 3 4 5 6. ഓക്കെ ആണല്ലോ.
ഓക്കെ, അടുത്ത എന്താണെന്നറിയാമോ? അതായത് NH3 എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ലിഗാൻഡ് ആണ്. അതായത് NH3, ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഈ വാലൻസ് ബോണ്ട് തിയറി എന്ന് പറയുന്ന തിയറി നിങ്ങൾ സ്കൂളിൽ പഠിച്ചവരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഒന്ന് എന്താണ് അതുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റും. അതായത് വാലൻസ് ബോണ്ട് തിയറി കണ്ടുപിടിച്ചപ്പോൾ ശരിക്കും ഇന്നതൊക്കെ സ്ട്രോങ് ഇന്നതൊക്കെ വീക്ക് എന്ന് പറഞ്ഞൊന്നും കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അവർ 2-3 കണ്ടുപിടിച്ചു. ആ 2-3 സ്ട്രോങ് എന്ന് പറഞ്ഞിട്ടില്ല, പെയർ ജയിക്കാൻ കഴിവുള്ളത് പെയർ ജയിക്കാൻ കഴിവില്ലാത്തത് എന്നുള്ള രീതിയിലാണ് കണ്ടുപിടിച്ചത്. അപ്പം NH3 ആണ് ഇവിടെ ലിഗാൻഡ് ആയിട്ട് വന്നിരിക്കുന്നത്. NH3ക്ക് ഈ ഡി ഓർബിറ്റലിലുള്ള ഇലക്ട്രോണിനെ പെയർ ജയിക്കാനുള്ള കഴിവുള്ള ഒരു ലിഗാൻഡ് ആണ്. അതിനർത്ഥം വേണ്ട ഈ ഇലക്ട്രോണിനെ പിടിച്ച് വേണ്ട ഇങ്ങോട്ടേക്ക് ഇട്ടിട്ട് അവൻ പെയർ ചെയ്യും, ഈ ഇലക്ട്രോണിനെ പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇട്ടിട്ടും പെയർ ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പം അത് താഴോട്ട് എഴുതണം. അതായത് ഇങ്ങനെയാണ് NH3 forces the pairing of electrons in the inner d orbital. കണ്ട, അത് ഉള്ളിലുള്ള ഓർബിറ്റൽ അല്ലേ, inner d orbital to generate എന്തിനു വേണ്ടിയാ? to generate empty orbitals for hybridization. എന്തിനു വേണ്ടിയാ? ലിഗാൻഡിന് വന്നിരിക്കണ്ടേ? അപ്പൊ ലിഗാൻഡിന് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ എന്താണ് ഷെല്ലുമായിട്ടാണ്, സബ് ഷെല്ലായിട്ടാണ് വന്നിരിക്കുന്നത് ഇലക്ട്രോൺസ്, അവരുടെ ഇലക്ട്രോൺസ്. ഓക്കെ, ടു ജനറേറ്റ് empty orbital for hybridization. അപ്പം എന്താ സംഭവിക്കുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇതെന്തായിട്ട് മാറും? അതായത് CONH3 വന്നു കഴിഞ്ഞാൽ, CONH3 6 ടൈംസ് വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ആവും. അതായത് ഇവിടെ ഒന്ന് പെയറിംഗ് നടന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ ഡി ഓർബിറ്റലിന്റെ 3D ഓർബിറ്റലിന്റെ 2 അവിടെ നിന്ന് സെപ്പറേറ്റ് ആവും. അതായത് അവരുടെ ഡീജനറസി, അതായത് ഡീജനറേറ്റ് ഡി ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ അവരുടെ എനർജി എല്ലാം ഓരോ, അതായത് DXY, DXZ, DYZ, DX² - Y², DZ², അങ്ങനെ 5 അതിന്റെ എല്ലാ എനർജി സെയിം ആണ്. പക്ഷെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അവര് സെപ്പറേറ്റ് ആയി പോകും. അതായത് ഇങ്ങനെയാവും. അതായത് 3ഉം 2ഉം ആയിട്ട് അങ്ങ് മാറും. അതായത് 1, 2, 3. അപ്പം ഇവിടെ പെയറിംഗ് ഓൾറെഡി എന്തായി? മറ്റേ പെയറിംഗ് നടത്തി. ആരാ? NH3 വന്നപ്പോൾ പെയറിംഗ് നടന്നു. ശരിയല്ലേ? ഇനി ഉണ്ടല്ലോ, ഇനി ഇവിടെ നടന്ന 2 ഉണ്ടല്ലോ, ഇവിടെ നടന്ന 2, അതായത് ഡിയുടെ 2, ശ്രദ്ധിച്ചോണം, ഡിയുടെ 2, D2. ഈ എസ്, ഇവിടുന്ന് എസ്, 4s, അതേപോലെ ഈ പിയുടെ 3, 1, 2, 3. അപ്പം പിയുടെ 3. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എന്താ അമോണിയക്ക് വന്നിരിക്കണമല്ലോ. ഇവർ 3 പേരും കൂടെ ചേർന്നിട്ടാണ് ഈ അമോണിയ ഇവിടെ വന്നിരിക്കുന്നത്. അതായത് അമോണിയയുടെ പെയറിങ് ഇവിടെ ആയിരിക്കും നടക്കുന്നത്. അപ്പം 6 അമോണിയ മോളിക്കൂൾ ഉണ്ട്. ഒരു അമോണിയ ഇവിടെ വരുന്നു, ഒരു അമോണിയ ഇവിടെ വരുന്നു, ഒരു അമോണിയ ഇവിടെ വരുന്നു, ഒരു അമോണിയ ഇവിടെ വരുന്നു, ഒരു അമോണിയ, അങ്ങനെ അവിടെ വന്നിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ എന്തായി? D2sp3 ആയി. കണ്ടോ? ഇനി ആ ടേബിളിൽ പോയി നോക്കി, D2sp3 എന്തിന്റെയാണ്? ഇത് NH3, ഇതിനകത്തും NH3 അവിടെ ഉള്ളിലാണ് വരുന്നത്. ഞാൻ ജസ്റ്റ് റഫായിട്ട് ഓരോ ഓർബിറ്റലിലും NH3 വന്ന് ബോണ്ട് ഫോം ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ആണ് NH3 മണ്ടയ്ക്കോട്ട് ഇടുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയേ, D2sp3 ആണ്. ഓക്കെ, അപ്പൊ D2sp3 ആണെങ്കിൽ നമ്മുടെ ആ ടേബിൾ വരച്ചപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, D2sp3 എന്ത് ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ അതിന്റെ ജോമെട്രി എന്തായിരിക്കും? ഒക്ടാഹൈഡ്രൽ ആയിരിക്കും എന്ന് കാര്യം പറഞ്ഞായിരുന്നു. കോർഡിനേഷൻ നമ്പർ 6 ആണെന്ന് പറഞ്ഞിരുന്നു. ഇനി വേറെ 2 കാര്യം കൂടെ പറയാനുണ്ട്. ഇതിന്റെ അതായത് ഇത് ഒരു ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണോ, ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണോ, ലോ സ്പിൻ കോംപ്ലക്സ് ആണോ, ഹൈ സ്പിൻ കോംപ്ലക്സ് ആണോ, പിന്നെ ഇതിന് മാഗ്നറ്റിക് ബിഹേവിയർ എന്താ? ഇത്രയും കാര്യമാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പൊ എല്ലാം ഒരുമിച്ച് അങ്ങ് തരാം. നോക്കിയോ, ഇത്ര എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്തത് എഴുതേണ്ടത് ഇങ്ങനെയാണ്.
മനസ്സിലാകാത്തവർ മസ്റ്റ് ആയിട്ടും എന്നോട് ചോദിച്ച് പഠിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം താഴോട്ട് ഒരു ഡോട്ട് എഴുതാം. 6NH3 NH3 ലിഗാൻഡ് will share their electron pairs to hybrid orbit എന്ന് പറയുമ്പോൾ അവിടെ നടന്നു വന്നതെല്ലാം കൂടെ ചേർന്നിട്ടുണ്ടായ ആ മിക്സഡ് സാധനം. ഹൈബ്രിഡ് ഓർബിറ്റൽ forming bonds. ഓക്കെ ആണല്ലോ. ഇനി ഇത് ഉള്ളിലുള്ള ഡി ഓർബിറ്റലിന്റെ അവിടെ നടത്തിയെടുത്തിട്ടാണ് ഈ ബോണ്ട് ഫോർമേഷൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ കോംപ്ലക്സിനെ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്ന് വിളിക്കും. അപ്പം അടുത്ത ഡോട്ട് എഴുതുക. ദിസ് ഫോംസ് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ്. ഇനിയും അകത്തെ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്ന് പറയും. വേണമെങ്കിൽ ഒരു ഓർ ഇട്ടിട്ട് ലോ സ്പിൻ കോംപ്ലക്സ് എന്ന് പറയാം. ലോ സ്പിൻ ഉള്ളിലുള്ളത് വെച്ചാൽ ഫോം ചെയ്തിരിക്കുന്നത് കൊണ്ട് ലോ സ്പിൻ കോംപ്ലക്സ് എന്നും പറയും. ലോ സ്പിൻ കോംപ്ലക്സ്. അതേപോലെ ഉള്ളിലുള്ള ഡി ഓർബിറ്റൽ പെയർഡ് ആയതുകൊണ്ട് സ്പിൻ പെയർഡ് കോംപ്ലക്സ് എന്നും പറയാം. സ്പിൻ പെയർഡ് കോംപ്ലക്സ് എന്നും പറയാം. പിന്നെ അടുത്ത ഡോട്ട് ഇതിന്റെ ജോമെട്രി നമുക്കറിയാമല്ലോ. ഇതിന്റെ ജോമെട്രി എന്ന് പറയുന്നത് ഒക്ടാഹൈഡ്രൽ ആയിരിക്കും. അതേപോലെ തന്നെ ഇതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ നിങ്ങൾ നോക്കാം. ഉള്ളിലുള്ള ഡി ഓർബിറ്റൽ കംപ്ലീറ്റ്ലി പേഡ് ആണെങ്കിൽ അത് എന്തായിരിക്കും? അത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും, ഇല്ലയോ? അപ്പൊ അതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ ഇങ്ങനെ എഴുതാം. മാഗ്നറ്റിക് ബിഹേവിയർ എന്തായിരിക്കും? മാഗ്നറ്റിക് ബിഹേവിയർ ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ഡയാമാഗ്നറ്റിക് അത് എഴുതണം. സിൻസ് നോ അൺപെയർഡ് ഇലക്ട്രോൺസ്. സിൻസ് നോ unpaired orbital present in unpaired orbital present in inner d orbit. ഒരെണ്ണം കൂടെ ഞാൻ ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ കൂടെ അതും കൂടെ ചെയ്ത് കാണിച്ചാലേ മനസ്സിലാക്കുള്ളൂ. രണ്ടെണ്ണം കൂടെ ഉണ്ട്. ഒരെണ്ണം കൂടെ എന്തായാലും ചെയ്ത് കാണിക്കാമേ. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഇതിലേക്ക് പോവാണ്. സെയിം ക്വസ്റ്റ്യൻ പോലെ തന്നെ എക്സ്പ്ലെയിൻ ബോണ്ടിങ് ഇൻ COF6 ആണ് ഫ്ലൂറിൻ. F6 3 - ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു യൂസിങ് എന്താണ്? VBT. എന്നിട്ട് ബാക്കി ചോദിക്കും ഹെൻസ് predict its magnetic behavior എന്നൊക്കെ പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. ഞാൻ അത് എല്ലാം ഓൾറെഡി ഇതിനകത്ത് തന്നെ പറഞ്ഞു പോവാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് വീണ്ടും എന്താ ഈ കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് കൊബാൾട്ട് എന്ന് പറയുന്നത്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് കൊബാൾട്ട് എന്ന് പറയുന്നത് അറിയാലോ. നമ്മൾ അത് ചെയ്ത് നോക്കിയാണ് നേരത്തെ പോലെ തന്നെയാണ്. അപ്പൊ +3 ആണ്. അതായത് +3 ആണ്. ഓക്കെ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യം കൊബാൾട്ടിന്റെ CO27 ആണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. എന്താ? 1s2 2s2 2p6 3s2 3p6. അടുത്തത് 4s2 പോയി ഫില്ല് ചെയ്തിട്ട് 3d ഫില്ല് ചെയ്യാവും. പക്ഷെ 3d ഉള്ളിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്.
ഓക്കെ, നിങ്ങൾക്ക് തിരിച്ചു മറിച്ചൊക്കെ എങ്ങനെ എഴുതാൻ കേട്ടോ, ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ, ഇനിയും CO3+, ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3+ ആയതുകൊണ്ട് CO3+ന്റെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p6 4sൽ പിന്നെ ഒന്നുമില്ല, രണ്ടെണ്ണം പോയി, 3dയിൽ ഒരെണ്ണം പോയി, 3d6. ഓക്കെ ആണല്ലോ. ഇനിയും അതിന്റെ ഓർബിറ്റൽ ബോക്സ് ഡയഗ്രാം, ഓർബിറ്റൽ ബോക്സ് ഡയഗ്രാം ഓർബിറ്റൽ ബോക്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ എന്താ എന്തിന്റെ വരയ്ക്കുന്നത്? CO3+ന്റെ ഓർബിറ്റൽ ബോക്സ് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്താ വരയ്ക്കുന്നത്? ഡി വരയ്ക്കുകയാണ് കേട്ടോ. ഡി 5 എണ്ണം, 1 2 3 4 5. അടുത്തത് ഇത് 3D ആണ്, അത് കഴിഞ്ഞിട്ട് 3D കഴിഞ്ഞിട്ട് 4s ആണ്, 3D കഴിഞ്ഞിട്ട് 4s ആണ്, അത് കഴിഞ്ഞിട്ട് 3D 4s, അത് കഴിഞ്ഞിട്ട് പിന്നെ 4p ആണ്, 4pക്ക് 3 എണ്ണം ഉണ്ട്, 4p ആണ്. ഇവിടെ അടുത്തവും കൂടെ യൂസ് ചെയ്യും, 4Dയും കൂടെ യൂസ് ചെയ്യും. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം അത് വരച്ചു. 1 2 3 4 5, ഇത് 4D. ഓക്കെ, ഇവിടെ ഫ്ലൂറിന് പെയർ ചെയ്യാനുള്ള കഴിവില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും അത് എങ്ങനെ മനസ്സിലാക്കും? പെയർ ചെയ്യാനുള്ള കഴിവുണ്ട്, പെയർ ചെയ്യാനുള്ള കഴിവില്ല എന്ന് എങ്ങനെ മനസ്സിലാക്കും ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നീട് വന്ന തിയറി ഉണ്ടല്ലോ, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, അതിനകത്ത് വീക്ക് ലിഗാൻഡും സ്ട്രോങ് ലിഗാൻഡിനെ പറ്റി വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും പരീക്ഷയ്ക്ക് മുമ്പ് നമ്മൾ ഈ ചാപ്റ്റർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വീക്ക് ഏതാ സ്ട്രോങ് ഏതാന്ന് മനസ്സിലാവും. പക്ഷെ ഇത് കണ്ടുപിടിച്ച സമയത്ത് ആകെ ഒന്നോ രണ്ടോ എന്താണ് ലിഗാൻഡുകളെ പറ്റി മാത്രമാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് പെയർ ചെയ്യാൻ ഉണ്ടെന്നും പെയർ ചെയ്യാൻ കഴിവില്ല എന്നും ആണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ആ സമയത്ത്. കാരണം അന്ന് അത്രയും കണ്ടുപിടുത്തങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് മനസ്സിലായത് വീക്ക് ഏതാ സ്ട്രോങ് ഏതാ. അത് തന്നെയാണ് ഇതിന്റെ ഡ്രോബാക്ക്. ഇതിനകത്ത് അവർ പറഞ്ഞില്ലായിരുന്നു എന്താ ഏതൊക്കെ സ്ട്രോങ് ആണ് ഏതൊക്കെ വീക്ക് ആണെന്നുള്ള കാര്യം പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഫ്ലൂറിൻ എന്തല്ല, ഫ്ലൂറിൻ ഡസ് നോട്ട് ഫോഴ്സസ് പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ. അതായത് ഇങ്ങനെ എഴുതുക. അപ്പം ഇവിടെ 6 എണ്ണം വരയ്ക്കുക കേട്ടോ. ഇവിടെ 1 2 3 4 5 6. അപ്പം എഴുതുക, എന്നിട്ട് താഴോട്ട് എഴുതുക ഫ്ലൂറിൻ ഡസ് നോട്ട് ഫോഴ്സസ് പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് in the inner d orbital, in the inner d orbital, in the inner d orbital. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്ത് വരും? നമുക്ക് എത്ര ഫ്ലൂറിൻ ആറ്റം വന്നിരിക്കണം? ഫ്ലൂറിൻ 6 എണ്ണം ഉണ്ട്, 6 എണ്ണത്തിന് വന്നിരിക്കാൻ സ്പേസ് വേണം. അപ്പൊ ഇത് പെയറിംഗ് നടക്കത്തുമില്ല. അപ്പം ഇവിടെ നിന്ന് എന്തായാലും ഇത് അടന്നു വരാൻ പോകുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാന്നറിയാമോ? ഈ അതായത് നമ്മൾ മൊത്തത്തിന്റെ വരയ്ക്കുന്നത് COF6 3- വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇത് അതേപോലെ തന്നെ നിൽക്കും. ഏതാ? ഇത് അനക്കത്തില്ല. ഇത് 5 എണ്ണം അതേപോലെ തന്നെ, അതായത് 1 2 3 4 5 6. എന്നിട്ട് എന്താ പറയാ, ഈ 4s അങ്ങോട്ടേക്ക് വരും, s, എന്നിട്ട് പോയി 3p ആയിട്ട് പോയി യോജിക്കും. 3p, അതാണ് 4p ആയിട്ട്, അതായത് അപ്പൊ p3 ആയി ഇല്ലേ? ഇനി ഫ്ലൂറിൻ 2 എണ്ണം കൂടെ ഉണ്ട്. അപ്പം ഡിയിൽ നിന്ന് 2 എണ്ണം കൂടെ അടത്തി ഇങ്ങ് എടുക്കും. കണ്ടോ, 2 എണ്ണം. ഈ അടത്തി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡീജനറേഷൻ നഷ്ടപ്പെടുത്തുക എന്നൊക്കെയാണ് പറയേണ്ടത്. മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പൊ ഡിക്കകത്ത് 2 എണ്ണം, എന്നിട്ട് അവിടെ വന്ന് ഫ്ലൂറിൻ വന്നിരിക്കും. അതായത് ഇവിടെ കണ്ടോ, ഫ്ലൂറിൻ അവിടെ ഇലക്ട്രോൺ പെയറിനെ എന്ത് ചെയ്തു? ഫ്ലൂറിൻ വന്നിരിക്കും. ഇവിടെ ഒരു ഫ്ലൂറിന്, ഇവിടെ ഒരു ഫ്ലൂറിൻ, ഇവിടെ ഒരു ഫ്ലൂറിൻ, ഇതെല്ലാം ഫ്ലൂറിന്റെ ഇലക്ട്രോൺ പെയർ ആണ്. അതാണ്. അപ്പം ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ നോക്കി, sp3d2. ആ ബോക്സിൽ പോയി നോക്കി, sp3d2 എന്ന് പറയുമ്പോൾ അവിടുത്തെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? അവിടുത്തെ ജോമെട്രി എന്തായിരിക്കും? ഒക്ടാഹൈഡ്രൽ ആയിരിക്കും. അപ്പൊ എഴുതുക എന്താ? ജോമെട്രി എന്താണ്? ഒക്ടാഹൈഡ്രൽ ആണ്. അതേപോലെ തന്നെ ഇതിന്റെ മാഗ്നറ്റിക് നേച്ചർ എന്താ നോക്കി? ഇന്നർ ഡി ഓർബിറ്റലില് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം ഇതെന്താ? ഇത് പാരാമാഗ്നറ്റിക് ആയിരിക്കും എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പം മാഗ്നറ്റിക് ബിഹേവിയർ എന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും. അതേപോലെ നേരത്തെ ഉള്ളിലുള്ള ഡി ഓർബിറ്റിൽ വെച്ചിട്ടാണ് ബോണ്ട് ഫോം ചെയ്തതെങ്കിൽ ഇതിപ്പോ വെളിയിലുള്ള ഡി ഓർബിറ്റിൽ വെച്ചിട്ടാണ്. കണ്ടോ, അതായത് 4D എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആണ്. അപ്പം ഇറ്റ് ഈസ് ആൻ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ്. അതേപോലെ തന്നെ ഇത് എന്താണ്? സ്പിൻ ഫ്രീ കോംപ്ലക്സ്. മറ്റേ സ്പിൻ പെയർഡ്, ഉള്ളിലുള്ളത് പെയർ ആയിരുന്നു ഉള്ളിലുള്ള ഡി ഓർബിറ്റൽ. ഇതിപ്പം ഉള്ളിലുള്ളത് കണ്ടോ, അൺപെയർഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്പിൻ ഫ്രീ കോംപ്ലക്സ് എന്ന് പറയും, ഓർ സ്പിൻ ഫ്രീ
ഫ്രീ കോംപ്ലക്സ്. ഇനിയും അതുമില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ഫ്രീ. പിന്നെ വേറെ ഒരെണ്ണം കൂടെ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ, ഹൈ സ്പിൻ കോംപ്ലക്സ് കേട്ടോ. ഹൈ സ്പിൻ കോംപ്ലക്സ് മറ്റേ ലോ സ്പിൻ ആണ്, അത് വെളിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഹൈ സ്പിൻ കോംപ്ലക്സ്. ഞാൻ ഒരെണ്ണം ഹോംവർക്ക് കൂടെ തരാം. ഇതാണ് ആ കോമ്പൗണ്ട്. എക്സ്പ്ലെയിൻസ് ബോണ്ട് ഫോർമേഷൻ ഇൻ NiCN 4 times 2 minus കേട്ടോ. അതായത് ഈ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്, അതെനിക്ക് ചെയ്ത് നാളെ വൈകിട്ടത്തേക്ക് കിട്ടിയാൽ മതി. എക്സ്പ്ലെയിൻ bond formation in NiCN 4 times 2 minus using BBT. ഞാൻ വേണമെങ്കിൽ ഇതിനകത്ത് ഒരു എന്താണ് ഇത് പറഞ്ഞു തരാം. CN പെയറിംഗ് നടത്താൻ കഴിവുള്ള ആളാണ് CN സ്ട്രോങ് ലിഗാൻഡ് ആണ്, പിന്നീട് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് പെയറിംഗ് നടത്തും. ഓക്കെ ആണല്ലോ. അപ്പൊ അത് ഒന്ന്, ഇത് എനിക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് കിട്ടും. അപ്പൊ ഞാനിത് ചെറുതാക്കി തരാം, നിങ്ങൾ എഴുതാനുള്ളവർ എഴുതാം. ഞാൻ ഇന്നത്തെ ക്ലാസ്